ഫ്ലൈ മീ ടു ദ മൂൺ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു റൂമറുണ്ട്. അപ്പോളോ 11 മിഷനിൽ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയി. പക്ഷേ നമ്മൾ കണ്ട വിഷ്വൽസ് അത് ചന്ദ്രനിലും അല്ല, അത് ഭൂമിയിൽ സെറ്റ് ചെയ്ത് നാസ എടുത്തൊരു വിഷ്വലാണെന്നുള്ള റൂമർ സ്റ്റിൽ ഈ ഒരു റൂമറുണ്ട്. അപ്പോൾ ആ ഒരു റൂമറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു അപ്പോളോ 11ൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന പൊളിറ്റിക്സിനെയും മാർക്കറ്റിങ്ങിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. സ്കാർലറ്റ് ജോഹാൻസണും ചാനിങ് ടേറ്റുമാണ് ലീഡിങ് റോൾസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമാണ് ഈ ഒരു സിനിമ. അതായത് ആ ഒരു 1969 നാസയെ അതേപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഇതിനകത്ത് മാർക്കറ്റിംഗ് ഭയങ്കര രസമാണ്. ഇപ്പം ഹാസൽബ്ലാഡ് എന്ന് പറയുന്ന ലെൻസ് ഇങ്ങനെ എന്തുകൊണ്ട് പോപ്പുലറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനിൽ വിഷ്വൽസ് എടുത്ത അല്ലെങ്കിൽ ചന്ദ്രനിൽ കൊണ്ടുപോയ ഇതിനകത്തുള്ളതാണ്, ക്യാമറയിലുള്ള ലെൻസാണെന്നുള്ളത്. അതുപോലെ ഒമേഗ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയപ്പം കയ്യിൽ കെട്ടിയിരുന്ന വാച്ചാണെന്നുള്ളത്. അങ്ങനെ മാർക്കറ്റിങ്ങിനകത്ത് ഭയങ്കരമായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി 1969 കാലഘട്ടങ്ങളിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ്. ആരാണ് ആദ്യം ചന്ദ്രനിലേക്ക് ആളെ അയക്കുക എന്നുള്ളത്. ഓൾറെഡി ഇവർ കുറച്ച് സോവിയറ്റ് യൂണിയൻ കുറച്ച് ഈ സാറ്റലൈറ്റൊക്കെ വിട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് യുദ്ധം നടക്കുന്നുണ്ട്. അപ്പം ഈ ചന്ദ്രനിൽ ആൾ പോകുക എന്നുള്ളത് ഭയങ്കര കോസ്റ്റ് ആണ്. അപ്പം ഇപ്പോൾ അമേരിക്കയ്ക്ക് അത് അഫോർഡ് ചെയ്യുന്നതിലും നല്ലത് ഈ ഒരു ആളുകളെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അപ്പോളോ 11 മിഷൻ നടക്കുന്നു. അപ്പം പൊളിറ്റിക്കലി സപ്പോർട്ടില്ല, ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കെല്ലി ജോൺസനെ കൊണ്ടുവരുന്നു. അപ്പം അത് കഴിഞ്ഞ് നടക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. ഒരു ഭയങ്കര രസമാണിത്. അതായത് നമ്മൾ ആളുകൾക്ക് ഈ ചന്ദ്രനിൽ പോയോ ഇല്ലയോ അതൊന്നും അറിയണ്ട, ഇവർക്ക് വിഷ്വൽസാണ് പ്രധാനം. ചന്ദ്രനിൽ ആൾ പോയില്ല, അതിലൊന്നും കാര്യമില്ല. ആളുകൾക്ക് ഇത് കാണിക്കണം, ആളുകളെ ഇത് കാണിക്കണം. നമ്മളാണ് ആദ്യം, അമേരിക്കയാണ് ആദ്യം പോയതെന്ന് ആളുകളെ കാണിക്കണം, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ കാണിക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതിന് ഇവർ ഇവിടെ സെറ്റിട്ട് അതായത് ഈ ഒരു ചന്ദ്രനെ സെറ്റിട്ട് ഈ വിഷ്വൽസൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഐഡിയയും പരിപാടികളൊക്കെ നടത്തുന്നതും നമ്മൾ കേട്ടിട്ടുള്ള ഈ സെയിം റൂമറിനെ അതേപോലെ തന്നെ കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ അപ്പോളോ മിഷൻ നടക്കുന്നുണ്ട്, അവർ ചന്ദ്രനിൽ പോയിട്ടൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ചന്ദ്രനിൽ പോയിട്ടുണ്ടോ. അതിനെപ്പറ്റിയൊക്കെ പറയാനും പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. നമ്മളതൊക്കെ വിടാം. അപ്പം ഈ കെല്ലി ജോൺസൺ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരുന്നു. അവർ നടത്തുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഈവൻ ഫേക്ക് ഇൻ്റർവ്യൂസ്, ഭയങ്കര രസമാണത്. അതായത് ചന്ദ്രനിൽ പോയി അല്ലെങ്കിൽ ചന്ദ്രനിൽ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല ഇവർ ഈ പറയുന്നത്. ഇപ്പം ടാങ്ക് ചന്ദ്രനിൽ പോയിട്ട് ആരും യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. പക്ഷേ ഇവരങ്ങ് പറഞ്ഞിങ്ങനെ ഉണ്ടാക്കണം, ആളുകളിലേക്ക് ഇതാക്കി ഈ ഒരു ബ്രാൻഡിനെ വലുതാക്കി എടുക്കുന്നു. പിന്നെ പൊളിറ്റിക്കൽ സപ്പോർട്ട്, ആളുകളുടെ സപ്പോർട്ട്, അങ്ങനെ സാധനം കൊണ്ടുപോകുന്നതിനിടയ്ക്കൂടെ ഒരു റൊമാൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു അടിപൊളി സിനിമയാണിത്. ഭയങ്കര 2 മണിക്കൂറുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന റൂമറാണ്. പ്രത്യേകിച്ച് ട്വിസ്റ്റ്, അങ്ങനെ വലിയ ട്വിസ്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നും ഇല്ല. ഒരു നോർമൽ സിനിമ പോലെയാണ്. കുറച്ച് എൻഗേജിങ് സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല രസമായിട്ട് കാണിക്കുന്നു. ഈ ഒരു ചന്ദ്രനിൽ പോകുന്ന വിഷ്വൽസൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. VFX നല്ല സെറ്റ് ഇട്ടതാണെങ്കിൽ നന്നായിട്ട് കാണിക്കുന്നു. നല്ലൊരു എൻ്റർടൈനിങ് സിനിമയായിട്ട് ഈ ഒരു സാധനത്തെ, ഈ ഒരു റൂമറിനെ കൊണ്ടുപോയി നല്ലൊരു എൻഡിങ് കൊടുത്ത് നല്ലൊരു ക്ലൈമാക്സ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു കിടിലൻ സിനിമയാണ് ഫ്ലൈ മീ ടു ദ മൂൺ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല കേട്ടോ, എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.